എത്രയോ സർവകലാശാലകളാന്നേ ഈ പറഞ്ഞ സ്ഥിരം വി സി ഇല്ലാതെ നിൽക്കുന്നത്. ഈ സ്ഥിരം വി സിൻ്റെ പ്രശ്നം എന്താ? കേരള സർവകലാശാല പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ ഒരു വി സി ഇല്ല. പ്രധാനപ്പെട്ട തീരുമാനം ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതന്നെ. ഭരണം ആര് മുന്നോട്ട് കൊടുക്കും? ഈ എന്താണ് പറയുക, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്താണോ ഈ പറയുന്ന ഓൺലൈനിൽ ഞാൻ തീരുമാനം എടുക്കുമെന്ന് പറയുന്നത്? എന്തൊരു കഷ്ടമാണ്. അതിന് കൂടെയാണ് ഈ പറയുന്ന രജിസ്ട്രാർമാരുടെ അവസ്ഥ. രജിസ്ട്രാർമാരെ എന്താണ് ചാൻസലർ വി സി ഒരു രജിസ്ട്രാർ നിയമിക്കുന്നു. ആ രജിസ്ട്രാർ സിൻഡിക്കേറ്റിൻ്റെ അനുമതിയില്ല. സിൻഡിക്കേറ്റ് അവരെ തന്നെ പുതിയ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആ രജിസ്ട്രാറും പഴയ രജിസ്ട്രാറും കൂടെ വന്നിരിക്കുകയാണ് അവിടെ. എന്നിട്ട് ഈ രജിസ്ട്രാർ സിൻഡിക്കേറ്റ് അനുമതി കൊടുത്ത് സിൻഡിക്കേറ്റ് പരമോന്നത ബോഡി അനുമതി കൊടുത്ത രജിസ്ട്രാർ അയക്കുന്ന ഫയലുകളൊന്നും വി സി സൈൻ ചെയ്യില്ല. അപ്പോൾ ആരാണ്? രജിസ്ട്രാറാണോ വി സി ആണോ പ്രശ്നക്കാരൻ? കാരണം ആ സ്ഥലത്ത് വന്നിരുന്ന് ഏതാണ് യൂണിവേഴ്സിറ്റിയിൽ വന്നിരുന്ന് അതിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളും അവിടുത്തെ ഫയലുകളെല്ലാം നീക്കി അത് സൈൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഫയൽ അയക്കുകയാണ്. അതിൽ സൈൻ ചെയ്യുന്നില്ല. എന്നിട്ട് അതിന് ന്യായം പറഞ്ഞ എന്താണ്? അത് ഞാൻ ഓൺലൈനിൽ നോക്കിക്കോളാം എന്ന് പറയുകയും ഓൺലൈനിൽ നോക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുന്ന് രജിസ്ട്രാർ അങ്ങോട്ട് കൊടുക്കുന്ന ഫയൽ സൈൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ കഷ്ടമാണ്. ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും പിന്നെ നമ്മുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും സംഭവിച്ചത്. 2 വി സിമാരെടുത്ത് ദൂരെ കളഞ്ഞു. എന്താണ് അതിനർത്ഥം? ഗവർണർക്ക് പവറില്ല എന്ന്. കേരളത്തിൽ ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്ക് പവറില്ല എന്ന് ഹൈക്കോടതി പറയുകയാണ്.